അങ്ങനെ തലസ്ഥാന നഗരത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടി ഉയരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. കായിക മത്സരങ്ങൾ നാളെയാണ് തുടങ്ങുക. അനിൽ വാസുദേവും ടീമും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അനിൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ മിടുക്കരായ ചുണക്കുട്ടികൾ സെറ്റല്ലേ? കാര്യങ്ങൾ സെറ്റല്ലേ? അനിലും സംഘവും സെറ്റല്ലേ? മാത്രമല്ല ഇത്തവണ സ്വർണ്ണക്കപ്പാണ്. സ്വർണ്ണത്തിന് നല്ല വിലയാണ്, പക്ഷെ സ്വർണ്ണക്കപ്പാണ് കിട്ടുന്നത്. അതെ, എന്തായാലും നമ്മളെ സെറ്റാണ്. കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാണ്. ഒരുക്കങ്ങളൊക്കെ തന്നെ തകൃതിയായി നടക്കുന്നു. തിരുവനന്തപുരത്ത് 12 വേദികളിലായിട്ടാണ് ഈ കലാ മാമാങ്കം തന്നെ നടക്കുന്നത്. ഒളിമ്പിക്സ് മാതൃകയിലായതിനു ശേഷമുള്ള രണ്ടാമത്തെ എഡിഷൻ. ആകെ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ അന്തിമഘട്ടത്തിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് പ്രധാന സ്റ്റേഡിയം. അവിടെ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഒപ്പം തന്നെ ഈ ലൈറ്റിംഗ് അല്ലെങ്കിൽ ദീപശിഖ ജ്വലിപ്പിക്കുന്നത് നമ്മുടെ അഭിമാന താരം, ഫുട്ബോൾ ഇതിഹാസം, പത്മശ്രീ IM വിജയനും ഒപ്പം തന്നെ കായിക വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും ചേർന്നാണ്. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ നാളെയാണ് മത്സരങ്ങൾ. ആകെ 20,000-ലധികം വിദ്യാർത്ഥികൾ, അതിൽ തന്നെ കഴിഞ്ഞ എഡിഷനിൽ ആദ്യമായി കൊണ്ടുവന്ന ഇൻക്ലൂസീവ് വിഭാഗത്തിൽപ്പെടുന്ന, അതായത് പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരുടെ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ, അവർ 2000-ഓളം പേരുണ്ട്. അവരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ മേള തന്നെയാണ്. അതായത് മുൻകാലങ്ങളിൽ അത്ലറ്റിക്സ് അല്ലെങ്കിൽ ട്രാക്ക് ഇനങ്ങൾ മാത്രം ഉണ്ടായിരുന്നതിന് പുറത്തേക്ക് ഇത്തവണ ഗെയിംസ് കൂടി വരുന്നതോടുകൂടിയാണ് കഴിഞ്ഞ തവണ ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ വന്നത്. വളരെ സക്സസ് ആയ ആ മീറ്റിന് ശേഷം സെക്കൻഡ് എഡിഷൻ തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒന്നുകൂടി കളറാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മളും നമ്മുടെ ടീമും അതിന് സജ്ജമാണ്. ടീമിലെ പ്രധാന പോരാളി അല്ലെങ്കിൽ തലവൻ എന്ന് വേണമെങ്കിൽ ഞാൻ വിശേഷിപ്പിക്കുന്ന സലീം മാലിക് കൂടി ചേരുന്നു. സലീമ, ഇത്തവണ സംഘാടകന്റെ റോള് വേണമെങ്കിൽ തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങള് ഹാപ്പി ആയിട്ട് ഞങ്ങള് എല്ലാം കൊണ്ടു നടത്തുമോ? ഉറപ്പായിട്ടും നമ്മൾ സംഘാടകം എന്നുള്ളതല്ല, നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയാണല്ലോ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന പോലെ നമ്മൾ ആ ടീം ഒന്നിച്ചങ്ങ് ഇറങ്ങുകയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ഇത്തവണത്തെ ഈ മേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ സ്വന്തം നാടാണ്. സ്വന്തം നാട്ടിൽ ഒരു സ്കൂൾ ഒളിമ്പിക്സ്, അത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലെ V ശിവൻകുട്ടിയുടെ ഏറ്റവും അവസാനത്തെ ഒരു വലിയ ഇവന്റാണ്. സ്കൂൾ കായികമേള ഗംഭീരമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ഇക്കാലയളവിനിടയിൽ ഒരു തവണ ഈ സ്കൂൾ കായികമേളയ്ക്ക് തന്നെ തിരുവനന്തപുരം വേദിയായി. അങ്ങനെ വലിയ ആഘോഷത്തോടു കൂടിയാണ് തിരുവനന്തപുരം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ സംഘാടന, ഈ V ശിവൻകുട്ടിയുടെ സംഘാടന ഈ സ്കൂൾ കായികമേളയിലും സ്കൂൾ കലോത്സവത്തിലും ഒക്കെ അതിഗംഭീരമാണെന്ന് നേരത്തെ തന്നെ പേരെടുത്തതാണ്. അത്തരത്തിലൊരു മനോഹരമായ സംഘാടനം ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊരു തർക്കമില്ല. പക്ഷേ ചെറിയൊരു പ്രശ്നം ഈ മഴയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള മഴയാണ്. പക്ഷേ മന്ത്രി പറയുന്നുണ്ട് ഒരു പ്ലാൻ B ഉണ്ട് എന്ന്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്ലാൻ B എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ട്രാക്കിലൊക്കെ തന്നെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പല പ്രശ്നങ്ങൾക്ക് അത് കാണുന്നുണ്ട്. അത് കായിക താരങ്ങളുടെ പെർഫോമൻസിനൊക്കെ ബാധിക്കുമെന്ന ചെറിയ ആശങ്കയുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്ലാൻ B സെൻട്രൽ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച്, ആദ്യം സെൻട്രൽ സ്റ്റേഡിയം ആയിരുന്നു ഇതിന് പ്രധാന വേദികളിൽ ഒന്നായി തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ ഒരു ഇൻഡോർ സ്വഭാവത്തിലേക്കുള്ള ഒരു ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പ്ലാൻ B ഉണ്ടായിട്ട് തന്നെയാണ് മന്ത്രി ആ പ്ലാൻ B ഉണ്ട് എന്ന് പറയുന്നത്. നമ്മളെന്തായാലും വലിയ ഒരു മനോഹരമായ ഒരു ഇവന്റിനാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ 1935 പോയിന്റ് നേടി തിരുവനന്തപുരമായിരുന്നു ഒന്നാമതായിരുന്നു. അത് ഗെയിംസിലെയും അക്വാട്ടിക്സിലെയും പോയിന്റ് കൊണ്ടായിരുന്നു തിരുവനന്തപുരത്തിന് അങ്ങനെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ പറ്റിയത്. അപ്പോൾ ആതിഥേയ ജില്ലയ്ക്ക് അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാർ എന്നൊരു അധികഭാരം കൂടിയുണ്ട്. എന്തായാലും ഇഞ്ചോടിഞ്ചുള്ള ഒരു ജില്ലകളുടെ മത്സരവും സ്കൂളുകളുടെ മത്സരവും ഒക്കെ നടക്കും. കഴിഞ്ഞ തവണ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊന്നും ഉണ്ടാവാതെ മനോഹരമായ ഒരു മേള പൂർത്തിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ സജ്ജമാണ്, നമ്മളങ്ങ് ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സലീം മാത്രമല്ല, റാഫി കരീം ചേരാറുണ്ട്. ഒപ്പം തന്നെ മേഘ്ന മുരളി അടക്കമുള്ള നമ്മുടെ ടീം അംഗങ്ങളൊക്കെ തന്നെ വൈകാതെ തന്നെ ചേരും. ഈ തിരുവനന്തപുരത്തുള്ള 12 വേദികളിലും എത്തി ഏറ്റവും വിപുലമായി തന്നെ സമഗ്രമായി തന്നെ നമ്മൾ ഈ മേളയിലെ വിവരങ്ങൾ, വിശേഷങ്ങൾ, വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇത്തവണ എന്തായാലും കൂടുതൽ കളറായി നമ്മളുണ്ടാകും. കൂടുതൽ കളറായി പ്രേക്ഷകരിലേക്ക് വാർത്തകളും എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.